സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മൊബൈൽ ആപ്ലിക്കേഷനായ യോനോ SBI മൊബൈൽ ആപ്ലിക്കേഷനകത്ത് എങ്ങനെയാണ് ഒരു UPI ID ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത്തരത്തിൽ ഒരു UPI ID യോനോ SBIക്കകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റൊരാളുടെ ബാങ്ക് ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും അറിയാതെ അവരുടെ UPI ID ഉപയോഗിച്ച് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ UPI ID ഉണ്ടെങ്കിൽ നമുക്ക് ബെനിഫിഷ്യറി ഒന്നും ആഡ് ചെയ്യാതെ തന്നെ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ, ക്വിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനൊക്കെ വളരെ ഈസിയായി സാധിക്കുന്നതാണ്. എങ്ങനെയാണ് ഒരു UPI ID ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നമ്മുടെ ഫോണിലുള്ള യോനോ SBI എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. പുതിയ അപ്ഡേഷൻ വന്നതിന് ശേഷം ഇങ്ങനെയായിരിക്കും ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നത്. ഫസ്റ്റ് ഇൻ്റർഫേസ്, അതിൽ ലോഗിൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ MPIN 6 അക്ക MPIN ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓട്ടോമാറ്റിക്കായിട്ട് യോനോ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും. ഇവിടെ നമുക്ക് ഫസ്റ്റ് യോനോ പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാം. ഇവിടെ ഭീം UPI എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാം. അതായത് നമുക്ക് UPI ID സെറ്റ് ചെയ്യാൻ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവഴിയാണ് നമുക്ക് അയക്കാൻ പറ്റുന്നത്. ഇവിടെ ക്രിയേറ്റ് അല്ലെങ്കിൽ റീട്രൈവ് UPI പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ ആദ്യമായി ചെയ്യുന്നതെങ്കിൽ ക്രിയേറ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മുടെ ഫോണിലുള്ള മൊബൈൽ സിം അല്ലെങ്കിൽ നമ്പർ നമ്മളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം ആ സിമ്മിൽ നിന്നും ഒരു മെസ്സേജ് നമ്മുടെ ബാങ്കിലേക്ക് പോകുന്നതായിരിക്കും. അതിനുശേഷം നമുക്കവിടെ കാണാം, അതിനുവേണ്ടി നമ്മുടെ ഫോണിൽ SMS ബാലൻസ് ഉണ്ടായിരിക്കണം. ജസ്റ്റ് ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ബാങ്ക് ഏതാണോ അത് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് എത്ര ബാങ്ക് വേണമെങ്കിലും ഇങ്ങനെ സെലക്ട് ചെയ്യാം. നമുക്ക് SBI എന്നല്ല, നമുക്ക് ഏത് ബാങ്ക് വേണമെങ്കിലും നമ്മുടെ യോനോ SBIക്കകത്ത് UPI ID ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതായത് മറ്റൊരു ബാങ്ക് നമുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്തായിരുന്നാലും മതിയാവും. ഞാനിവിടെ സ്റ്റേറ്റ് ബാങ്ക് തന്നെയാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ചെയ്ത് കഴിഞ്ഞാൽ ആ അക്കൗണ്ടിലേക്കായിരിക്കും ഈ യോനോ വഴി പൈസ അയക്കുമ്പോൾ അതിൽ കയറുന്നത്. ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു 3 UPI ID സജസ്റ്റ് ചെയ്യുന്നുണ്ട്. യോനോ SBI തന്നെയാണ്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ID നമുക്ക് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് മുകളിൽ ഇഷ്ടമുള്ള ഒരു UPI ID നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ആദ്യത്തെ 3 എണ്ണത്തിലൊന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ UPI ID അവൈലബിലിറ്റി ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ചെക്ക് അവൈലബിലിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് അല്ലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. യെസ്, അവൈലബിൾ ആണെന്നാണ് കാണിക്കുന്നത്. ഈ ID നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതിനുശേഷം താഴെ ഒരു സെലക്ട് യുവർ സീക്രട്ട് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതായത് നമ്മുടെ UPI ID മറന്നുപോയാൽ തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്കിഷ്ടമുള്ള ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുക. നമ്മൾ ശരിക്കും ഇതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തതിന് ശേഷം വാട്ട് വാസ് യുവർ ചൈൽഡ്ഹുഡ് നിക് നെയിം, അതായത് നിങ്ങളുടെ കുട്ടിയുടെ ഒരു കുട്ടിയായിരിക്കുമ്പോൾ ഒരു പേരോ എന്തെങ്കിലും നമ്മളവിടെ അതിൻ്റെ ശരിയായിട്ടുള്ള, നമ്മൾ ഒരിക്കലും മറന്നു പോകാത്ത അതിൻ്റെ ആൻസറും നമ്മളുടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ട് താഴെയായിട്ട്. അതിനുശേഷം നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ UPI ID നമ്മൾ മറന്നു പോയാൽ നമുക്കത് തിരിച്ചെടുക്കുന്നതിനാണ്. അതിനുശേഷം സെലക്ട് പ്രൈമറി അക്കൗണ്ട് ഫോർ UPI ID എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒന്നിലധികം UPI ID ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒന്നിലധികം വരും. ഞാനിവിടെ ഒന്നേ ചെയ്തിട്ടുള്ളൂ. നമ്മുടെ യോനോയ്ക്കകത്തുള്ള SBI ബാങ്കിൻ്റെ തന്നെ അത് ഞാനവിടെ സെലക്ട് ചെയ്തു. അതിനുശേഷം ഏറ്റവും താഴെ വലത് സൈഡുള്ള നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ കൺഗ്രാജുലേഷൻ സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് യുവർ UPI ID എന്ന് പറഞ്ഞ് നമുക്ക് കാണാം. യു ഹാവ് എ സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് UPI ID. ആ UPI ID നമ്മുടെ അഡ്രസ്സും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി ഓക്കെ അടിക്കുക. നമുക്ക് ഈ UPI ID വെച്ചിട്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ട് നമ്പർ IFSC കോഡോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ UPI ID വെച്ച് നമുക്ക് ഗൂഗിൾ പേയിലോ ഫോൺ പേയിലോ ഒക്കെ നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് QR കോഡ് സ്കാൻ ചെയ്യാനും കോൺടാക്ട്സിലേക്കും ബാങ്ക് അക്കൗണ്ടിലേക്കും നമുക്ക് ഇത്തരത്തിൽ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ ഈ UPI ID ഉപയോഗിക്കാവുന്നതാണ്. വീഡിയോ പ്രയോജനപ്പെട്ടെന്ന് തോന്നുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.